സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള PSC ഈ വർഷം 2024 നടത്താൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ടൈം ടേബിൾ, പ്രധാനപ്പെട്ടുള്ള നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എക്സാമുകളുടെ ടൈം ടേബിൾ ഏതൊക്കെയാണെന്ന് അറിയിക്കാനാണ്. എക്സാമിനേഷൻ നടക്കുന്ന ഏകദേശ മാസങ്ങൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മാസം അതായത് ജനുവരി തന്നെയാണ് പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എക്സാമുകളുടെ ടൈം ടേബിൾ വിവരങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒന്നാമത്തെ പോസ്റ്റാണ്. പ്രധാനപ്പെട്ടുള്ള പോസ്റ്റുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 100 കണക്കിന് പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഏകദേശം ടൈം ടേബിളുകൾ വന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ലിങ്ക് കൊടുക്കും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന എക്സാമുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റാണ് LSGI സെക്രട്ടറി. കാറ്റഗറി നമ്പർ വരുന്നത് 571/2023. ഇതിൻ്റെ എക്സാം ഏകദേശം നടക്കാൻ സാധ്യതയുള്ള സമയം ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിരിക്കും. ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ മോഡലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് SI. 572/2023 കാറ്റഗറി നമ്പറുള്ള SI പോസ്റ്റ് ഉണ്ട്. ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് പ്രതീക്ഷിക്കുന്നത്. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആയിട്ടാണ് നടക്കുക. പിന്നീട് മെയിൻസ് എക്സാമിനേഷനൊക്കെ ഉണ്ടാവും. പിന്നെ SI 2 വിഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. SI രണ്ടാമത്തെ കാറ്റഗറി നമ്പറാണ് 575/2023. ഇതും ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ തന്നെയാണ് നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷനാണ് നടക്കുക. പിന്നീട് മെയിൻസ് എക്സാം, പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അടുത്തതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് LD ക്ലർക്ക്. ഏകദേശം 13 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് LD ക്ലർക്ക് പോസ്റ്റിലേക്ക്, LD ക്ലർക്ക് വേരിയസ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് ഡിഫറെൻറ്റ് ജില്ലകളിലേക്കായിട്ടാണ് എക്സാമിനേഷൻ. അതായത് ഓരോ ജില്ലകൾക്കും ഓരോ സമയത്തായിട്ട് എക്സാമിനേഷൻ ഉണ്ടാവുക. അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 503/2023. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് എക്സാമിനേഷൻ നടക്കുക. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ. ഇതെന്ന് വെച്ചാൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഒന്നുമില്ല, ഒരൊറ്റ ഘട്ട എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് മെയിൻസ് കഴിഞ്ഞ LDC ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് പ്രിലിംസ് എക്സാം ഫസ്റ്റ്, അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മെയിൻസ് എക്സാം എന്നുള്ള രീതിയിലായിരുന്നു. ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഒരൊറ്റ ഘട്ട എക്സാമിനേഷൻ. അതെന്ന് വെച്ചാൽ ഒരു മെയിൻസ് എക്സാമിനേഷൻ. അതോടുകൂടി ലിസ്റ്റിട്ട് പോസ്റ്റിംഗ് നടക്കുകയാണ് ചെയ്യുക. അതിൻ്റെ നടക്കുക ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്. അടുത്തതാണ് ലാബ് അസിസ്റ്റൻറ്റ് HSC ലാബ് അസിസ്റ്റൻറ്റ്. കാറ്റഗറി നമ്പർ വരുന്നത് 447/2023. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. 10th ലെവൽ പ്രിലിംസ് ആയിരിക്കും. 10th ലെവൽ വരുന്ന പ്രിലിംസ് എക്സാമിനേഷൻ ആയിരിക്കും നടക്കുക. ഫസ്റ്റ് പ്രിലിംസ് നടക്കും, പിന്നീട് മെയിൻസ് ആയിരിക്കും. പിന്നീട് എല്ലാവരും പ്രതീക്ഷിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കാറ്റഗറി നമ്പർ 535/2023. സെപ്റ്റംബർ നവംബർ മാസങ്ങളാണ് എക്സാമിനേഷൻ പ്രതീക്ഷിക്കുന്നത്. ഇതും ഒരൊറ്റ ഘട്ട എക്സാമിനേഷനാണ്. പ്രിലിംസ് മെയിൻസ് ഒന്നുമില്ല, മെയിൻസ് ആയിട്ടുള്ള ഒരൊറ്റ ഘട്ട എക്സാമിനേഷൻ ആയിരിക്കും നടക്കുക. അടുത്തൊരു പോസ്റ്റാണ്, കുറേ വേക്കൻസികളൊക്കെ വരുന്ന ഒരു പോസ്റ്റായിട്ടുള്ള ഓഫീസ് അറ്റൻഡൻറ്റ്. കാറ്റഗറി നമ്പർ വരുന്നത് 587/2023. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ എക്സാമിനേഷൻ നടക്കുക. 10th ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ ആയിരിക്കും. പ്രിലിംസ് ഉണ്ടാവും, പിന്നീട് മെയിൻസ് ഉണ്ടാവും. ഇതിന് മെയിൻസും പ്രിലിംസും ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്തതാണ് LP സ്കൂൾ ടീച്ചർ. കുറേ വിദ്യാർത്ഥികൾ ഒരു കുറച്ച് വെയിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് LP സ്കൂൾ ടീച്ചർ. കാറ്റഗറി നമ്പർ വരുന്നത് 750/2023. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് എക്സാമിനേഷൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തതാണ് UP സ്കൂൾ ടീച്ചർ. അത് കാറ്റഗറി നമ്പർ വരുന്നത് 707/2023. ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ LP UP എക്സാമിനേഷനൊക്കെ ജൂൺ ടു സെപ്റ്റംബർ ലെവലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പഠനം കാര്യക്ഷമമായിട്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഈ മുകളിൽ പറഞ്ഞുള്ള പോസ്റ്റുകളൊക്കെ ഇതല്ലാതെ 100 കണക്കിന് മറ്റു പോസ്റ്റുകളിലേക്കുള്ള ഇത് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാ ഇതും നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അത്രയും വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റു പല പോസ്റ്റുകളും എക്സാമിനേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ
ഈ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ ഏതാണോ പോസ്റ്റ് അത് നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായാലും നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.